യുദ്ധമുഖത്തെ നിർണായക ശക്തിയായ MiG-21 യുദ്ധവിമാനങ്ങൾക്ക് വിട നൽകുകയാണ് രാജ്യം. ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ നടന്ന ഡീകമ്മീഷനിംഗ് ചടങ്ങിൽ വിമാനങ്ങൾക്ക് വാട്ടർ സല്യൂട്ട് നൽകി. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ് അവസാന പറക്കൽ നടത്തിയത്. രാജ്യത്തിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത വിമാനമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അജീഷ്, അങ്ങേയറ്റം പ്രൗഢഗംഭീരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ചടങ്ങിനെ വിശേഷിപ്പിക്കാം. ഒരു ഏതാണ്ട് പതിറ്റാണ്ടുകളായി രാജ്യത്തിൻ്റെ വായുസേനയുടെ ആകാശക്കരുത്തായി മാറിയ വിമാനങ്ങളാണ്. അതിന് വിട നൽകുന്ന ഒരു വലിയ ചടങ്ങാണ്. എന്തൊക്കെയാണ് അജീഷ് വിവരങ്ങൾ? വിജയകുമാർ, 6 പതിറ്റാണ്ട് ഇന്ത്യയുടെ ആകാശത്തെ കാത്തുരക്ഷിച്ച ഒരു പോർ വിമാനമാണ് ഇന്ന് രാജ്യത്ത് നിന്ന് വിരമിക്കുന്നത്, വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് വിരമിക്കുന്നത്. 11 മണിയോടെയാണ് ചണ്ഡീഗഡ് എയർബേസിൽ ഈ ചടങ്ങ് ആരംഭിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ഈ പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ ഇതിൽ പങ്കെടുത്തിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, എയർ ചീഫ് മാർഷൽ AP സിംഗ്, കര നാവിക സേനാ മേധാവിമാർ, ഈ MiG-21 വിമാനം പറത്തിയിരുന്ന റിട്ടയർഡ് പൈലറ്റുമാർ, ഇപ്പോൾ സർവീസിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാവരും തന്നെ ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. AP സിംഗ് തന്നെ ഈ സ്ക്വാഡ്രനിലെ ഒരു വിമാനം പറത്തിയാണ് ഇന്നത്തെ ഈ ചടങ്ങ് തുടങ്ങിയത്. നവംബർ 23 പാന്തേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു സ്ക്വാഡ്രനും നമ്പർ 3 കൊബ്രാസ് എന്നറിയപ്പെടുന്ന ഒരു സ്ക്വാഡ്രൻ, അങ്ങനെ 36 സ്ക്വാഡ്രൻ വിമാനങ്ങളാണ് ഇന്ന് ചണ്ഡീഗഡ് എയർബേസിൽ അവസാന ആകാശ പ്രകടനങ്ങൾക്ക് ശേഷം വിരമിച്ചതിന് ശേഷം ലാൻഡ് ചെയ്ത ഈ വിമാനങ്ങൾക്ക് വാട്ടർ ഗൺ സല്യൂട്ട് നൽകിയാണ് ആദരിച്ചത്. അതിനുശേഷം അതിൻ്റെ ഫോം 700 ലോഗ് ബുക്ക് പ്രതിരോധ മന്ത്രിക്ക് എയർ ചീഫ് മാർഷൽ നൽകുകയും ചെയ്തു. അതിനുശേഷം പ്രസംഗിച്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രതിരോധ മന്ത്രി പറഞ്ഞത്, ഒരു സാധാരണ പോർ വിമാനമല്ല MiG-21, രാജ്യത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ഒരു പോർ വിമാനമാണ് MiG-21 എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അത് 1963 ഇന്ത്യയുടെ ഭാഗമാവുന്നത്. സോവിയറ്റ് യൂണിയന്റെ എഞ്ചിനീയർമാർ അവിടെ നിന്ന് ഡീഅസംബിൾ ചെയ്ത് കൊണ്ടുവന്ന ഇവിടെ ചണ്ഡീഗഡ് എയർബേസിലാണ് ഇതിന്റെ ആദ്യ സ്ക്വാഡ്രൻ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് ഇന്ത്യൻ പൈലറ്റുമാരെ പരിശീലിപ്പിച്ചതും സോവിയറ്റ് യൂണിയനിലെ എഞ്ചിനീയർമാരായിരുന്നു, വ്യോമസേനയുടെ ആളുകളായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 700-ലധികം ഈ MiG-21 വിമാനങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. പലപ്പോഴും ഈ ഒരു വീരപരിവേഷത്തിനൊപ്പം തന്നെ ഒരു വില്ലൻ പരിവേഷം കൂടി ഈ വിമാനത്തിനുണ്ടായിരുന്നു. കാരണം 1963 ഇന്ത്യയുടെ ഭാഗമായ വർഷം തന്നെ അപകടം തുടങ്ങിയതാണ്. പിന്നീട് ഏതാണ്ട് 400-ലധികം അപകടങ്ങളാണ് ഈ MiG-21 വിമാനത്തിൽ ഈ അവസാനം 2023 രാജസ്ഥാനിൽ വരെ ഏറ്റവും ഒടുവിലത്തെ അപകടമുണ്ടായി. 100-ലധികം പൈലറ്റുമാർക്ക് ജീവനഷ്ടമായ അപകടമുണ്ടായിട്ടുണ്ട്. ഒരു പറക്കുന്ന ശവപ്പെട്ടി എന്നൊരു വിളിപ്പേര് കൂടി ഈ വിമാനത്തിലുണ്ടായിരുന്നു. പക്ഷേ പല യുദ്ധങ്ങൾക്കും ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുന തന്നെയായിരുന്നു ഈ വിമാനം. 1965, 71, 99, ഏറ്റവും ഒടുവിൽ 2019 ബാലക്കോട്ട് വ്യോമാക്രമണത്തിൽ വരെ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചത് ഈ MiG-21 വിമാനമായിരുന്നു. അങ്ങനെ ഏറെ പേരുകേട്ട, ലോകത്ത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട ഒരു പോർ വിമാനത്തിനാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.